ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇറ്റ്സ് മീ വൈഷു സ്കൂൾ. നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് രാവിലെ എണീറ്റ് വന്നപ്പോൾ തന്നെ ഞാൻ കണ്ട കാഴ്ചതാണ് കേട്ടോ. അമ്മ അപ്പം അത് ശീലമാക്കിയോണ്ട് തിരിച്ച് അവിടെ പോയി കഴിഞ്ഞാൽ എനിക്ക് പണി കിട്ടുമോ എന്നൊരു പേടിയുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ആരോ കമൻറ്റ് ചെയ്ത് കണ്ടു, അല്ലൂട്ടൻ അമ്മമ്മേൻ്റെ അടുത്തെത്തിയപ്പം കുറച്ചുകൂടെ ഒന്ന് ഓപ്പൺ അപ്പ് ആയിട്ടുണ്ടെന്ന്. അല്ലും തുമ്പിയൊക്കെ അങ്ങനെ തന്നെ കേട്ടോ. വീട്ടിൽ നിന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇറക്കി വിടില്ലല്ലോ, പക്കാ റോഡ് സൈഡല്ലേ, നമുക്ക് പേടിയാവും. നമ്മൾ ആരെങ്കിലും ഒരാളില്ലാതെ പുറത്ത് ഇങ്ങനെ നിർത്താനൊന്നും പറ്റത്തില്ല. ഇവിടെ ഇങ്ങനെ ആരും ഇല്ലാണ്ടൊന്നും പുറത്തേക്ക് വിടില്ലെങ്കിൽ പോലും ഇവിടെ നിന്ന് അവർക്ക് കുറച്ചുകൂടി ഫ്രീഡം കിട്ടിയ പോലെയാണ് കേട്ടോ. ബൈ ദ ബൈ, നമ്മളിന്ന് നമ്മുടെ ഡേ ഇൻ മൈ ലൈഫാണ് കേട്ടോ എടുക്കുന്നത്. നിങ്ങൾ എല്ലാവരും എപ്പോഴും പറയാറുണ്ടല്ലോ ഡേ ഇൻ മൈ ലൈഫ് ചെയ്യ് ചേച്ചി, ലോങ് വീഡിയോ ചെയ്യുന്നൊക്കെ. ഞാൻ എപ്പോഴും അതിനായിട്ട് ഞങ്ങൾക്ക് ബോറടിക്കില്ലേ, അതുകൊണ്ടാണ് വല്ലപ്പോഴും ഒക്കെ ഇടുന്നത് കേട്ടോ. പക്ഷേ ഇവിടുത്തെ ഓരോ മൊമെൻറ്റും എനിക്കിങ്ങനെ ക്യാപ്ചർ ചെയ്ത് വെക്കണം എന്ന് തോന്നുന്നത് ഞാൻ കുറച്ച് കഴിയുമ്പോൾ എന്തായാലും മിസ് ചെയ്യും അമ്മ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം ഇനിയിപ്പോൾ എപ്പോഴാണ് അമ്മ വരികയെന്ന് അറിയത്തില്ലല്ലോ, അതുകൊണ്ട്. പിന്നെ ഞാൻ അങ്ങനെ ഇരിക്കുകയാണെങ്കിൽ അല്ലും തുമ്പിൻ്റെയും രാവിലത്തെ മെയിൻ പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ രാവിലത്തെ നല്ല ഇടയ്ക്കിടയ്ക്ക് വരിക, കുമ്പയിൽ ഉമ്മ കൊടുക്കുക, ബേബീനെ വർത്താനം പറയുക, ഇതാണ് രണ്ടാളും മെയിൻ പരിപാടി. പിന്നെ ക്യാമറ എവിടെ ഓണാക്കി വെച്ചോ അവിടെ പോയിട്ട് എന്തെങ്കിലും ഒരു കോസ്റ്റീൻ്റെ മക്കൾ കാണിക്കും കേട്ടോ. അതെങ്ങനെ എടാ ക്യാമറ നോക്കല്ലേടാ, ഞാൻ വീഡിയോ എടുക്കുക എടാന്നൊന്നും പറഞ്ഞാലൊന്നും രണ്ടെണ്ണം കേൾക്കില്ല. അങ്ങനെ പിന്നെ ഇവരെ തമ്മിൽ ഒരു മത്സരം തന്നെയാണ് കുട്ടീനെ സ്നേഹിക്കുന്ന കാര്യത്തിൽ. ഒരുത്തന് അത് ആൺകുട്ടിയും ഒരുത്തിക്ക് അത് പെൺകുട്ടിയാണ്. ഞാൻ പറയും എപ്പോഴും കേട്ടോ, എന്ത് ബേബിയാണ് നിങ്ങൾ രണ്ടാളും നോക്കണേന്ന് പറയും കേട്ടോ. കാരണം ഇവർ അതിങ്ങനെ ഉറച്ച് വെച്ചിരിക്കുക മനസ്സിൽ. അല്ലൂട്ടനെ എപ്പോഴും ഒരു മാസ്റ്റർ പീസ് ഡയലോഗും ഉണ്ട്, നമ്മളെ വീട്ടിലെ പട്ടി പോലും പെണ്ണാണമ്മേ, വീട്ടിൽ പെണ്ണുങ്ങളെ തട്ടി നടക്കാൻ വയ്യ, എനിക്കൊരു ആൺകുട്ടി വേണം എന്നാലേ എനിക്ക് കളിക്കാൻ പറ്റും എന്നൊക്കെയാണ് മൂപ്പര വർത്താനം കേട്ടോ. ഇനി എന്ത് ബേബിയാണെങ്കിലും ഹെൽത്തി ആയിട്ട് കൈ കിട്ടണേ എന്നുള്ളൊരു പ്രാർത്ഥന എനിക്കുള്ളൂ കേട്ടോ. അങ്ങനെ എന്തായാലും തുമ്പിതാ ക്യാമറ പിന്നെയും കണ്ട് അവിടെ പോയിട്ട് കൈയിട്ട് വരാൻ പോവുകയാണ്. അപ്പോൾ ഞാൻ അല്ലൂട്ടനെ സിഗ്നൽ കൊടുക്കുകയാണ്, അല്ലു പോയി എടുത്തോ, ഫോൺ എടുത്തോ, ഇല്ല ഇപ്പോൾ പണി കിട്ടേ. കാരണം ഞാൻ അതിൻ്റെ ബാക്കിൽ കഴിഞ്ഞ ദിവസം വീണിട്ട് അതിൻ്റെ ബാക്കിൽ ഗ്ലാസ് പൊട്ടിയിട്ടേ ഉള്ളൂ. അങ്ങനെ അല്ലൂട്ടൻ വേണ്ടി ഓഫാക്കി. ഗൈസ്, രാവിലെ തൊട്ടോളെ തല അങ്ങനെ വെട്ടി പൊളിയാണ് അല്ലേ? അത് എന്ത് പറ്റിയതാ? ഞാൻ പറഞ്ഞ പോലെ എനിക്കാണോ തല വെട്ടിപ്പൊളിനെ, അല്ല അമ്മമ്മയ്ക്കോ? അനക്കാണോ? ആണോ? ഇതാര് പറഞ്ഞതാ കുട്ടി കേട്ടത്? അതും എന്റെ തലയിലേക്ക്. അമ്മേന്റെ തലയിലാ? അമ്മ പറഞ്ഞതൊക്കെ ഈ പറയോ? പറയൂ. സാൻ ഫ്രാൻസിസ്കോ. ആ. സാധാരണ ഞാൻ എണീറ്റ് വരുന്നതിന് മുന്നേ ബ്രേക്ക്ഫാസ്റ്റ് ആവാറുണ്ട് കേട്ടോ. പക്ഷേ ഇന്ന് ഞാൻ നേരത്തെ എണീറ്റാണോ ഇനി അമ്മ നേരം വൈകിയതാണോ പോലും എനിക്കറിയില്ല. പിന്നെ ഇതാ ഞാൻ അമ്മച്ചനോട് ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞ് അമ്മച്ചനോട് വർത്താനൊക്കെ പറഞ്ഞിരിക്കുകയാണ്. അമ്മച്ചൻ എന്താ പറ്റിയെന്ന് കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അമ്മച്ചൻ്റെ വോയിസ് തന്നെ നമുക്ക് കുറച്ച് നേരം അമ്മച്ചനോട് സംസാരിക്കുന്ന ഒരു വീഡിയോ ആയിട്ട് ഞാൻ ചെയ്യാം കേട്ടോ. അങ്ങനെ ഇവിടെ അടുപ്പിൽ കത്തിക്കുന്ന പരിപാടി ഉണ്ട് കേട്ടോ. അതായത് ചിലപ്പം ചിലവരൊക്കെ ഗ്യാസിലൊക്കെ ആണല്ലോ ഉണ്ടാക്കുക. ഇവിടെ അമ്മമ്മ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ അടുപ്പ് തന്നെയാണ് യൂസ് ചെയ്യുക. അമ്മമ്മയ്ക്ക് അത് എന്തിനാ വെറുതെ ഗ്യാസ് കത്തിച്ച് കളയുന്നതെന്നൊരു ടൈപ്പാണ് കേട്ടോ അമ്മമ്മ. അപ്പോൾ മാക്സിമം സാധനങ്ങൾ അടുപ്പ് തന്നെ ഉണ്ടാക്കാൻ നോക്കും. പിന്നെ ഞാനിതാ നമ്മുടെ ഇൻസുലിൻ പുതിയ ബോട്ടിൽ ഓപ്പൺ ചെയ്യുകയാണ് ഗൈസ്. ഇതിപ്പോൾ എന്തായാലും എനിക്ക് എൻ്റെ ഡെലിവറി കഴിയണ വരെ കണ്ടിന്യൂ ചെയ്യണം. ഓഫ് കോഴ്സ് അതെനിക്കറിയാം. പക്ഷേ എന്നാലും ചില സമയത്ത് സങ്കടം, ഓ മൈ ഗോഡ് എന്തിനാണ് എനിക്ക് ഷുഗർ തന്നതെന്നൊക്കെ വിചാരിക്കും കേട്ടോ. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഞാൻ എത്ര വേദന സഹിച്ചാലും ഒരു പ്രശ്നമില്ലാതെ ബേബിനെ കയ്യിലേക്ക് കിട്ടണമെന്നൊരു പ്രാർത്ഥന മാത്രമേ എനിക്കുള്ളൂ. കാരണം ഷുഗർ എന്ന് പറയുമ്പോൾ ഓരോരുത്തരെ ഓരോ അനുഭവങ്ങൾ ഇങ്ങനെ കമൻറ്റ് ബോക്സിൽ കാണുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയാണ് അങ്ങനത്തെ കമൻസൊക്കെ കാണുന്നത്. എത്രയൊക്കെ നമ്മൾ ഡോക്ടറാണ് അത് എഴുതാന്നൊക്കെ പറഞ്ഞാലും അവനവൻ്റെ ഒരു അവസ്ഥ വരുമ്പോഴാണല്ലോ നമുക്ക് ഭയങ്കര പേടിയായിരിക്കും. അങ്ങനെ ഇതാ കണ്ണൻ എനിക്കുള്ള മരുന്ന് കൊണ്ട് തരികയാണ് കേട്ടോ. അവനോട് ഞാൻ ഓൻ വരുമ്പോൾ വാങ്ങുമെന്ന് ചോദിച്ചിട്ട് അയച്ചു കൊടുത്തതിന് എനിക്ക് എന്തെങ്കിലും അത്യാവശ്യമൊക്കെ ഉണ്ടെങ്കിൽ ഓൻ വേഗം ചെയ്തു തരും കേട്ടോ. അപ്പോൾ കണ്ണൻ നിങ്ങൾക്ക് അറിയായിരിക്കും, എനിക്ക് എൻ്റെ ബ്രദറിനെ പോലെ തന്നെയാണ്. ബ്രദർ തന്നെയാണ്, പണ്ടൊട്ടേ ഞങ്ങൾ ഒരുമിച്ച് കളിച്ച് വളർന്നവരുണ്ടാവില്ലേ, ഇതെങ്ങനെയാണ് അപ്പൂൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അങ്ങനെ കണ്ണെന്താ എനിക്ക് മരുന്നൊക്കെ കൊണ്ട് തന്ന്. അപ്പോൾ ഞാൻ ഇൻസുലിൻ വെക്കുന്ന കഥയൊക്കെ അവനോട് പറയുകയാണ് കേട്ടോ. ഓൻ അധികം നേരം വർത്താൻ നിൽക്കാൻ നേരമല്ല, ഡ്യൂട്ടിക്ക് പോകണമല്ലോ. അങ്ങനെ അപ്പോൾ വൈശാഖേട്ടൻ പുലർച്ചയ്ക്ക് എന്നെ വിളിച്ചിട്ട് കിട്ടാനായിട്ട് ഓനെ വിളിച്ച് എണീപ്പിച്ച കഥയൊക്കെ ഓൻ പറയുകയാണ് കേട്ടോ. വൈശാഖനാണേലും ഭയങ്കര ഇഷ്ടമാണ് ഓനെ. എന്നുവെച്ചാൽ എന്തെങ്കിലും അത്യാവശ്യത്തിന് ഓനെ വേഗം വിളിച്ച് കഴിഞ്ഞാൽ ഓൻ അവൈലബിൾ ആയിരിക്കും. ഓൻ എപ്പോഴും ഞങ്ങൾക്കൊരു എന്താ പറയുക, ഭയങ്കര ഒരു ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ആളാണ്. ഇത്രയൊക്കെ പറഞ്ഞാൽ പോരെ, ഓൻ ഈ വീഡിയോ കാണുകയാണെങ്കിൽ ഓനൊന്ന് സന്തോഷിച്ചോട്ടെ അല്ല. പിന്നെ ഞാനിതാ ഇൻസുലിൻ വെക്കാൻ പോവാണ് ഗൈസ്. എനിക്കിപ്പോൾ ഡോസ് എത്രയാണെന്നറിയോ? 12-16 ആണ് കേട്ടോ. അല്ല സോറി 16-12 ആണ് കേട്ടോ. അത് രാവിലെ 16ഉം രാത്രി 12ഉം. അങ്ങനെ ഞാൻ ഇൻസുലിനൊക്കെ വെച്ച് പിന്നെ എന്തായാലും ഉമിക്കരി കണ്ടപ്പം ഞാൻ അത് വെച്ചിട്ടാണെന്ന് പല്ല് വെച്ചത്. കേണിച്ച് തന്നേ ഉള്ളൂ. പിന്നെ മറ്റേ കുളപ്പുള്ളി ലീലേനെ എനിക്ക് ഓർമ്മ വന്നത്. കുറച്ച് ലോങ് ആയിരുന്നു വീഡിയോ, ഞാൻ കട്ട് ചെയ്തത്. അങ്ങനെ നിങ്ങൾ ആരെങ്കിലും എഡിറ്റ് ചെയ്യണം ട്രോളെന്നൊക്കെ തോന്നിക്കഴിഞ്ഞാലും ഓ മൈ ഗോഡ്. അങ്ങനെ ഞാൻ വേഗം പല്ലൊക്കെ തേച്ച് മുഖമൊക്കെ കഴുകി ഫ്രഷായി വേഗം ഇനി പോയി ചായ കുടിക്കട്ടെ. കാരണം ഇൻസുലിൻ വെച്ചൊരു ഇച്ചിരി ഗ്യാപ്പ് കഴിഞ്ഞിട്ടാണ് നമ്മൾ ഫുഡ് കഴിക്കുക.
അങ്ങനെ ഞാനിനി പോയി ഫുഡ് കഴിക്കട്ടെ. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ രാത്രിക്ക് നന്നായി വിശന്ന് പൊരിഞ്ഞു പോയിട്ടുണ്ട് കേട്ടോ. ഈ സംഭവം ഷുഗർ എന്ന് പറഞ്ഞ സാധനം ഉണ്ടെങ്കിലേ നമുക്കൊന്നും കഴിക്കാനും പറ്റൂല. നല്ല വിശപ്പിന് യാതൊരു ക്ഷാമം ഉണ്ടാവില്ല. നല്ല വിശപ്പായിരിക്കും. വെള്ളം കുടിച്ച് എത്രയെന്ന് വെച്ചിട്ടല്ലേ നമ്മൾ പിടിച്ച് നിൽക്കുക. അങ്ങനെ ഞാൻ ചാടിക്കാൻ വന്നിരിക്കുമ്പോഴത്തേക്കും അമ്മ അതാ തുമ്പമ്മേനെ കുളിപ്പിക്കലൊക്കെ കഴിഞ്ഞ് കൊണ്ടുവന്നിട്ടുണ്ട്. തുമ്പീനെ ചെറുപ്പത്തിൽ ഉടുപ്പുകളൊക്കെ അമ്മ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. എനിക്കാണെങ്കിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നു. പണ്ടത്തെ തുമ്പമ്മ അതൊക്കെ ഇട്ട് നടന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. അങ്ങനെ വല്ലാത്തൊരു മിസ്സിങ് ആണ്. നമ്മളെ കുഞ്ഞന്മാരൊക്കെ പെട്ടെന്ന് വലുതായി പോകുമ്പോൾ ചെറുപ്പകാലത്ത് ഓരോരോ ഓർമ്മകളും ഇപ്പം ഭയങ്കരമായിട്ട് മിസ് ചെയ്യില്ലേ. അങ്ങനെ തുമ്പിക്കാണെങ്കിൽ ഇങ്ങനത്തെ ഡ്രസ്സുകൾ കുഞ്ഞതിലുള്ള ഡ്രസ്സുകളൊക്കെ ഇടുന്നത് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഭയങ്കര സ്റ്റൈലാക്കുകയാണ് ഗൈസ്. മുടിയൊക്കെ വെച്ചാൽ എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഇവരെ കാര്യമൊന്നും ഞാൻ അറിയാറേ ഇല്ല. ആര് അമ്മ കുളിപ്പിക്കുന്നു, തീറ്റിക്കുന്നു, എന്തോ ചെയ്യുന്നു. ഞാൻ എൻ്റെ കാര്യം നോക്കി ഏതോ വയ്ക്ക് നടക്കുന്നു. അമ്മ അങ്ങനെ പല്ലൊക്കെ തേച്ച് ഇനി ഞങ്ങൾ ചായ കുടിക്കണം അത്രേ. ഇന്നാണെങ്കിൽ ഉപ്പുമാവാണ് ഗൈസ്. ഉപ്പുമാവ് എനിക്ക് ഇടയ്ക്കും തിരക്കൊക്കെ കഴിക്കാൻ ഇഷ്ടമാണ്, എപ്പോഴും കഴിക്കാൻ ഇഷ്ടമല്ല. പക്ഷേ വൈശാട്ടിന് ഭയങ്കര ഇഷ്ടമുള്ള സാധനമാണ് ഉപ്പുമാവ്. ഞാൻ വീട്ടിലൊക്കെ പോയതിന് ശേഷമാണ് ഉപ്പുമാവും സാമ്പാർ ഇങ്ങനത്തെ കോമ്പിനേഷനൊക്കെ. ഞാൻ സാധാരണ പഴം പപ്പടം ഇങ്ങനത്തെയൊക്കെ കഴിച്ചിട്ടുള്ളൂ. പക്ഷേ കറി കൂട്ടി കഴിക്കുന്നത് ഏട്ടന് ഉള്ളി വാട്ടിയതും ഉപ്പുമാവൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അങ്ങനെ അതൊക്കെ കഴിക്കാനിരുന്നു. തുമ്പമ്മ സ്റ്റൈലാക്കി കുട്ടിക്ക് മതിയാവണില്ല. മുടി കെട്ടിക്കൊടുക്കാൻ സമ്മതിക്കണില്ല. ആരൊക്കെയോ എനിക്ക് കമൻറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു മുടി കെട്ടിക്കൊടുത്തൂടെ നോക്കുമെന്ന്. ഓൾ സമ്മതിക്കൂല കേസ്. എത്ര കെട്ടിക്കൊടുത്താലും അത് അതേപോലെ അഴിച്ചിട്ടാളും. ഈ സമയത്ത് അമ്മമ്മേൻ്റെ ഒരു ചോദ്യം ഉണ്ടായിന്, എന്തിനാ ഞാൻ തിന്നൊക്കെ വീഡിയോ എടുത്തിരുന്നതെന്ന്. അങ്ങനെ അപ്പോൾ ഞങ്ങളെല്ലാവരും പാടിരുന്ന് ചായയൊക്കെ കുടിച്ച്. പിന്നെ ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും തുമ്മിയും എല്ലാം എൻ്റെ കുമ്പയിലൊക്കെ വന്ന് മടിയിലൊക്കെ കിടന്ന് ഇങ്ങനെ ചായയാണ് കേട്ടോ. ഇങ്ങനെയൊക്കെ കിടന്നാലും ഓൾ ശ്രദ്ധിക്കും, കുമ്പയിൽ തട്ടാതെയൊക്കെ ശ്രദ്ധിക്കും. എന്നാലും ഓളിങ്ങനെ കിടക്കുമ്പോൾ എനിക്ക് അയ്യോ അപ്പുറത്തെ മാറി കിടക്കുമെന്ന് പറയാൻ തോന്നാറില്ല. അതിപ്പോൾ എപ്പോഴും സെക്കൻഡ് തേർഡ് പ്രഗ്നൻസിയിലൊക്കെ പോയിരിക്കുന്ന ആൾക്കാർക്ക് മനസ്സിലാവും. നമ്മൾ ഫസ്റ്റ് പ്രഗ്നൻസി പോലെയല്ല. നമ്മൾ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എപ്പോഴും നമ്മളെ നമ്മൾ അങ്ങനെ ഒരു പ്രയോറിറ്റി ആയിരിക്കും. പക്ഷേ സെക്കൻഡ് ആൻഡ് തേർഡിലൊക്കെ അതൊക്കെ ഒരു സെക്കൻഡ് ആയിരിക്കും. നമ്മളെ ഫസ്റ്റ് കുട്ടികളായിരുന്നു തന്നെ എനിക്ക് എപ്പോഴും നോക്കുക അല്ലേ. അങ്ങനെ ഞങ്ങളിതാ മുകളിലേക്ക് പോവാണ് റെഡി ആവാൻ വേണ്ടിയിട്ട്. എവിടേക്കാണെന്നല്ലേ, ഒന്ന് ചെറുപ്പ വരെ പോകണം. വീട്ടിലേക്ക് കുറച്ച് സാധനം വാങ്ങിക്കാനുണ്ട്. അല്ലൂട്ടിന് മുടി വെട്ടാനുണ്ട്. കാരണം മുടി നന്നായി നീണ്ടിട്ടുണ്ട്. വൈശാട്ടം വെട്ടണ്ട, കുറച്ച് നീട്ടിക്കോ എന്നൊക്കെ പറഞ്ഞതായിരുന്നേ. പക്ഷേ ചെക്കൻ ഇങ്ങനെ തലയും മാന്തികൊണ്ട് നടക്കുന്ന കാണുമ്പോൾ എനിക്ക് പേനൊന്നുമില്ല, എന്നാലും മുടി ഭയങ്കര ഡിസ്റ്റർബൻസ് ആയി തോന്നുന്നുണ്ടാവും മേബിയോന്. പിന്നെ ക്ലാസ്സൊക്കെ തുടങ്ങാൻ പോവല്ലേ, അപ്പോൾ എന്തായാലും വെട്ടിക്കളയാമെന്ന് വിചാരിച്ചു. തുമ്പീൻ്റെത് ഞാൻ മുടി വെട്ടുന്നില്ല, അവളത് കുറച്ച് നീട്ടിയിട്ട് ലെവലാക്കണം കുറച്ച് കഴിഞ്ഞിട്ട്. അപ്പോൾ അതങ്ങനെ നീട്ടുകയാണ് കേട്ടോ. ഇനി നമുക്ക് ചെറുപ്പേ പോയിട്ടൊന്ന് അങ്ങനെ കുറച്ച് പരിപാടികൾ, കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. അല്ലുവിൻ്റെ മുടി വെട്ടണം. അങ്ങനെയൊക്കെയാണ് നമ്മുടെ പ്ലാൻ. അപ്പോൾ ഞാനും അമ്മയും അല്ലും തുമ്പിയും കൂടിയാണ് പോണത്. പോയി വന്നിട്ട് വേണം ബാക്കി പരിപാടികളൊക്കെ നടത്താൻ എന്നാണ് അമ്മ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് സമയമല്ല, വേഗം പോയി റെഡിയായി വന്നോളൂ എന്ന് പറയുന്നുണ്ട്. എവിടെയും പോകണമെന്ന് കേട്ടാൽ പിന്നെ അല്ലും തുമ്പിയാണെങ്കിലും ഒരു നേരം നമ്മൾ എവിടെ ഇരിക്കാൻ സമ്മതിക്കില്ല. അമ്മേ വാ മാറ്റുക, ഡ്രസ്സ് ഏതാണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ തുടങ്ങും. ടേട്ടൻ്റെ ഡ്രസ്സൊക്കെ വേഗം എടുത്ത് വെക്കുകയാണ് കേട്ടോ കുട്ടി. ഒക്കെ ഇങ്ങനത്തെ കാര്യത്തൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അല്ലുവിന് എന്തെങ്കിലും ഡ്രസ്സ് എടുത്ത് കൊടുക്കാൻ, ഇട്ട് കൊടുക്കണം ഓക്ക്, അങ്ങനെയൊക്കെയാണ് കേട്ടോ. എല്ലാ കാലത്തും ഇങ്ങനെ ഉണ്ടാവുക. ഉമ്മമ്മയാണ് ഏട്ടന് ബനിയനൊക്കെ ഇട്ട് കൊടുക്കണേ. ഇല്ല കണ്ടോ തുമ്പമ്മ എന്തൊരു നല്ല സ്നേഹമുള്ളതാണ്. ട്രൗസറൊക്കെ എന്തിത്താടാ അങ്ങനെ തന്നെ അയച്ചു. ഒന്നുമില്ല കേട്ടോ. കേട്ടോ ഏട്ടൻ എത്ര സൂപ്പറായിട്ടായി എവിടെയുടെ കഴിയുന്നു. അവിടുത്തെ കഴിച്ചിട്. പിന്നെതാ ഞാൻ ഫ്രഷായി വന്നു, ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തു, ഇനി പോകണം അത്രേ. ഇപ്പം എന്നെപ്പോലുള്ളവരൊന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. ചില സമയം ഇങ്ങനെ തോന്നും എനിക്ക് ഭയങ്കരമായിട്ട് സ്കിന്ന് കെയർ ചെയ്യണം, പുറത്ത് പോകുമ്പോൾ സൺസ്ക്രീൻ തേക്കണം, മോയ്സ്ചറൈസർ ഇടണം. സത്യസന്ധമായി പറയണത് ഒക്കെ എൻ്റെ മനസ്സിലുള്ള ആഗ്രഹങ്ങൾ മാത്രമാണ്. ഇപ്പം നിലവിൽ ഞാൻ മുഖം നന്നായി ക്ലീൻ ആക്കും, ഒരു ലിപ്സ്റ്റിക്ക് ഇടും, ഏറിപ്പോയാൽ ഒന്ന് കണ്ണെഴുതും, ഐലൈനർ ചെയ്തു, കഴിഞ്ഞു പരിപാടി കഴിഞ്ഞ്. ഇതാണ് പിന്നെ മേക്കപ്പ്. ഞാൻ ക്രീമോ കാര്യങ്ങളോ ഒന്നും ചില സമയം പുറത്ത് പോകുമ്പോൾ യൂസ് ചെയ്യാറില്ല. മോയ്സ്ചറൈസറാണ് പിന്നെയും ഏറിപ്പോയാൽ ഇടാറ്. കല്യാണം കളവാണം തുടങ്ങിയിട്ടുള്ള പരിപാടികൾക്കാണ് നമ്മൾ BB ക്രീമൊക്കെ യൂസ് ചെയ്യാറ് കേട്ടോ. ഞാൻ പോൺസിൻ്റെ BB ക്രീമാണ് യൂസ് ചെയ്യാറ്. അങ്ങനെ മേക്കപ്പ് ആ രീതിക്ക് ഞാൻ ചെയ്യാറ്. അങ്ങനെ എന്തെങ്കിലും ഫംഗ്ഷൻ അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും ഷൂട്ട് അങ്ങനെയൊക്കെ ഉണ്ടാകുമ്പോഴാണ്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഇപ്പോഴത്തെ മേക്കപ്പ് എന്ന് പറയുക. കുറച്ചുകൂടെ കഴിയുമ്പോൾ എന്താ അങ്ങനെ കണ്ടോ, കണ്ണൊക്കെ ഒന്ന് നന്നായി തുടച്ച് പോക്കുന്നുണ്ട്. കാരണം ചുറ്റും പരന്നെടുക്കുന്നത് എപ്പോഴും എനിക്ക് അങ്ങനെ തന്നെയാണ് കേട്ടോ. അപ്പോൾ റെഡിയായില്ലേ മോളേന്ന് താഴത്ത് നമ്മൾ ചോദിക്കുന്നുണ്ട്. കാരണം വേഗം പോയി വരണം എന്നാണ് ഞങ്ങളുടെ പ്ലാൻ. ഇപ്പം ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നതും ഇങ്ങനെ ഈ വെറ്റ് വൈപ്സ് ഇല്ലേ, അതാണ് കേട്ടോ. കാരണം മക്കൾക്കാണെങ്കിലും എനിക്കാണെങ്കിലും അത്യാവശ്യമുള്ള സാധനമാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഇങ്ങനെ വാങ്ങി ഇങ്ങനെ സ്റ്റഫ് ചെയ്ത് വെക്കും. ഓക്കെ, ഇനിയൊന്ന് കണ്ണെഴുതട്ടെ. കാരണം അതും കൂടി എഴുതിയില്ലെങ്കിൽ ചത്ത കണ്ണുമായിട്ട് പോകേണ്ടി വരും ഗൈസ്.
ഓട്ടോറിക്ഷ വിളിച്ചതാണ് പോകാൻ വേണ്ടിയിട്ട്. പക്ഷേ ഓട്ടോ എന്ന് കേൾക്കുമ്പോൾ തന്നെ എനിക്ക് പേടിയാണ്. ബിക്കോസ് ചില ആൾക്കാർ നല്ല രീതിക്ക് മെല്ലെ കൊണ്ടുപോകും, ചില ആൾക്കാർ അങ്ങനെ അങ്ങോട്ട് പോവുക ചെയ്യാം. പക്ഷേ നമുക്ക് നിവൃത്തിയില്ല, എന്തായാലും പോയല്ലേ പറ്റുള്ളൂ. അതുകൊണ്ട് അപ്പോൾ ഞാനങ്ങനെ ഓട്ടോ വിളിച്ചിട്ടുണ്ട്. കുഞ്ഞു ഓട്ടോ നോക്കി വിളിക്കാനൊക്കെ കഴിഞ്ഞ കമൻറ്റ് ബോക്സിൽ ഞാൻ കണ്ടായിരുന്നു സൈഡിലിരിക്കരുത് ചേച്ചി, സെൻറ്ററിലിരിക്കണം എന്നൊക്കെ. അപ്പോൾ ഇത്തവണ ഞാൻ അതൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട് ഗൈസ്, സെൻറ്ററിലിരിക്കാനൊക്കെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഓട്ടോ വരണം, അതിൻ്റെ മുമ്പേ ഞാൻ വേഗം റെഡി ആവണം, ഇല്ലെങ്കിൽ മമ്മിയുടെ കയ്യിൽ നിന്ന് എനിക്ക് നല്ലോണം ചീത്ത കേൾക്കും. അമ്മയ്ക്ക് വന്നിട്ട് എന്തൊക്കെയോ പണിയുണ്ടെന്നാണ് പറഞ്ഞത് കേട്ടോ. പക്ഷേ ഞങ്ങൾക്കറിയില്ല, ഞങ്ങളൊരു വഴിക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ എന്താ പറയുക, പട്ടി ചന്തയ്ക്ക് വേണമെന്നൊക്കെ പറയില്ലേ, ദതിക്കൂട്ടാണ്. അതിൽ കലഞ്ഞ് തിരിഞ്ഞ് സാധനങ്ങളൊക്കെ വാങ്ങി എത്തുമ്പോഴത്തേക്കും നല്ലൊരു സമയമാവും എന്നറിയാം. ഞങ്ങൾ പോകുമ്പോഴേ അമ്മമ്മ പറയുന്നുണ്ട് വേഗം വരണേ മക്കളെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോണത് കേട്ടോ. അപ്പോൾ എന്തായാലും പോട്ടെ. അല്ലും തുമ്പിയും കൂടെ ഉള്ളതുകൊണ്ടാണ്, ഞാനും അമ്മയും കൂടെ ആണെങ്കിൽ ഈസിയാണ്. പിന്നെ ചെക്കൻ അവിടെ ഇരുത്തിയിട്ട് ഓനവിടെ കൊണ്ടുപോയി മുടി വെട്ടിക്കാൻ പറ്റില്ലല്ലോ, ഓനെ കൊണ്ടുപോയാലേ പറ്റുള്ളൂ. ഓനെ കൊണ്ടുപോയാൽ വാലത്തീനെ അവിടെ വെച്ചിട്ട് പോകാനും പറ്റില്ലല്ലോ. ഇതങ്ങനെ അങ്ങനെ എൻ്റെ ഹിമാലയൊക്കെ തേഞ്ഞ് പോയിട്ടിരിക്കുന്നു മക്കളെ. ഞാനിപ്പോൾ ഹിമാലയ തന്നെയായിട്ട് യൂസ് ചെയ്യാറ്. ആദ്യമൊക്കെ ഞാൻ വേറെ ഏതൊക്കെയോ യൂസ് ചെയ്യായിരുന്നു. ഇപ്പം ഞാൻ ഫുള്ള് തള്ളവൈ വായിണ്ടോ അതിനെന്നാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ സമ്മതിക്കില്ല, ഞാൻ അങ്ങനെയൊന്നല്ല. അങ്ങനെ ഞാൻ വേഗം ഒന്ന് മുടിയും കൂടെ കെട്ടട്ടെ കേട്ടോ. മുടി ഞാൻ എല്ലാ ദിവസവും കഴുകാറില്ല. കുറേ പേര് ചോദിക്കാറുണ്ട് എന്തൊക്കെയാണ് ഹെയർ കെയർ എന്ന്. ഞാനങ്ങനെ ഭയങ്കരമായിട്ട് കെയർ ചെയ്യുന്ന ഒരാളൊന്നുമല്ല, പക്ഷേ ഞാൻ ഡെയിലി ഒന്നും തല കഴുകാറില്ല. പിന്നെ കുറേ പേര് ചോദിച്ചു പനിക്കൂർക്കേൻ്റെ ആ ഒരു ഇതുണ്ടാക്കുന്ന വീഡിയോ ചെയ്യുമെന്ന്. ഞാനൊരു ഷോർട്ട് വീഡിയോ ആയിട്ട് തന്നെ ചെയ്യാം കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അതിനെക്കുറിച്ച് പറയാം. അമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞൊരു ഹെയർ കെയർ ടിപ്പില്ലേ അത്. ഓക്കെ, അപ്പോൾ ഞാൻ മുടിയൊക്കെ വലിച്ച് വരെ ഇങ്ങനെ കെട്ടി. ആദ്യമൊക്കെ ഫ്രീ ഹെയർ ആയിരുന്നു ഇഷ്ടം. ഇപ്പോൾ നോക്ക്, ഇപ്പോൾ ഞാൻ എന്ത് കൊലത്തിലല്ലേ പോണത്. എങ്ങനെയെങ്കിലും ആവട്ടെ. അങ്ങനെ മുടിയൊക്കെ കെട്ടി ഞാൻ പോകാൻ റെഡി ആയിട്ടുണ്ട്. അല്ലും തുമ്മി ദാസം അലമ്പുണ്ടാക്കുന്നുണ്ട്. വാ അമ്മേ പോവാന്ന്. ഈ ടൈപ്പ് ചീർപ്പ് കുറച്ച് നല്ലതായിരിക്കും, നിങ്ങൾ ശ്രദ്ധിച്ചോളൂ. പല്ല് ഇടവിട്ടിട്ടുള്ള കോമ്പുണ്ടാവില്ലേ, അത് നമുക്ക് കുറച്ച് ഹെയർ ഫോളൊക്കെ കുറയും. പിന്നെ ഇടയ്ക്കിടയ്ക്ക് കോമ്പ് ചെയ്തെടുക്കുന്നൊക്കെ നമ്മളെ ഹെയറിന് നല്ലതാണ് കേട്ടോ. അപ്പോൾ എന്തായാലും ഞാൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഞാൻ വേഗം പോവട്ടെ മമ്മി വിളിക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞിരിക്കുമ്പോഴാണ് ഇവരുടെ എല്ലാവരുടെയും കൂടെ കോള്. പിന്നെ കുറച്ച് നേരം ഞാൻ അവരുടെ അടുത്തൊക്കെ സംസാരിച്ചിരുന്നു കേട്ടോ. അപ്പം അമ്മയും കല്യാണിയും ഹെയ്സും അച്ഛനും കട്ടയും എല്ലാവരും ഉണ്ടായിരുന്നു. വൈശാഖേട്ടൻ എപ്പോഴും നമുക്ക് വിളിച്ചാൽ കിട്ടില്ല. ഏട്ടൻ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നിട്ട് ഏട്ടൻ ഇങ്ങോട്ട് വിളിക്കണം. അതും വാട്സപ്പ് കോൾ പറ്റില്ല, ബൊട്ടീമിലാണ് കേട്ടോ വിളിക്കുക. അല്ലൂട്ടനും തുമ്പിയും ഹെയ്സൂനെ വിളിക്കുമ്പോൾ ഹെയ്സൂൻ്റെ കളിയാണ് കേട്ടോ. അല്ലൂനെ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ഒരു പ്രത്യേക ഒരു കളിയാണ്. അല്ലൂട്ടനോട് പ്രത്യേക ഒരു മമതയാണ് കുട്ടിക്ക്, ഞങ്ങൾ എപ്പോഴും പറയും. പിന്നെ ഇപ്പം എന്നിട്ട് തുമ്പി വന്ന് വിളിച്ചു നോക്കും, കാരണം അവൾ വിളിക്കുമ്പം ഹേസു തിരിയുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്തോ ഭാഗ്യത്തിരുന്ന് ഹേസു തുമ്പീനെ മൈൻഡാക്കിയിട്ടുണ്ട് കേട്ടോ. അങ്ങനെ അപ്പോൾ തുമ്പിയും ഹാപ്പി. അങ്ങനെ ഞങ്ങൾ കുറച്ച് നേരം കട വർത്താനം പറഞ്ഞു. വർത്താനം പറഞ്ഞ ഒച്ച കേൾക്കുമ്പോൾ അമ്മ ചോദിക്കും എനിക്ക് റെഡി ആയില്ലേന്ന്, കാരണം അമ്മ താഴ്ന്ന് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ പറഞ്ഞു റെഡി ആയിട്ട് ഞാനിതപ്പോൾ വരികയാണ് എന്നൊക്കെ പറഞ്ഞു. ശരിക്കും പറഞ്ഞാൽ അമ്മയ്ക്ക് അച്ഛനോട് ഭയങ്കരമായിട്ട് എല്ലാവരും മിസ് ചെയ്യണ്ടോ. അങ്ങനെ എല്ലാ മക്കളും പോയില്ലേ, ഹെയ്സും കല്യാണീൻ്റെ വീട്ടിൽ മക്കളും ഇവിടെ. ശരിക്കും പറഞ്ഞാൽ അവിടെ ഒച്ചപ്പാടില്ലാത്തൊരു നേരം ഉണ്ടാവില്ല. പക്ഷേ ഇപ്പോൾ എല്ലാവരും പോയിട്ട് ഭയങ്കര കുറച്ചൊരു സൈലൻസ് ഉണ്ടാവാൻ ചാൻസ് ഉണ്ട്. അപ്പം അച്ഛനും അമ്മയും പറയുന്നുണ്ട് നിങ്ങളെല്ലാവരും പോയിട്ട് എന്തോ പോലെ ഉണ്ട്, വേം വരി എന്നിങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. വൈശാഖിനെ പണ്ടത്തെ പോലെ വിളിച്ചിട്ട് കിട്ടാത്തതുകൊണ്ട് എനിക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ട് മിസ് ചെയ്യും. പിന്നെ ചില സമയം ഞാനത് അക്സെപ്റ്റ് ചെയ്യും, അല്ലാണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാനല്ലേ. പക്ഷേ ഞാൻ പണ്ടത്തേനേക്കാളും കുറേ ചേഞ്ച് ആയിട്ടുണ്ട് കേട്ടോ. പണ്ട് എനിക്കിങ്ങനെ മിസ് ചെയ്താൽ ഞാൻ അങ്ങനെ വെറുപ്പിക്കും, എനിക്ക് മിസ് ചെയ്യുന്നുണ്ട് അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പറഞ്ഞ് ചൊറിഞ്ഞുകൊണ്ടിരിക്കും. പക്ഷേ ഇപ്പോൾ ഞാൻ കുറേ ചേഞ്ച് ആയി, കാരണം എനിക്ക് സമയമില്ല. അല്ലു തുമ്പി പിന്നെ എൻ്റെ കുമ്പയിലൊരാൾ, പിന്നെ ആ ഒരു മൈൻഡ് സെറ്റിൽ അങ്ങനെ പോകുന്നതുകൊണ്ട് ഏട്ടൻ എന്നെ കൊണ്ടുള്ള വെറുപ്പിക്കൽ വളരെ വളരെ കുറവാണ്. പണ്ടൊക്കെ ആണെങ്കിൽ അങ്ങനെ അല്ല കേട്ടോ, ഞാൻ ഭയങ്കര വെറുപ്പീരായിരുന്നു. വെറുപ്പീരെന്ന് വെച്ചാൽ അങ്ങനെയല്ല, സ്നേഹിച്ച് വെറുപ്പിക്കും. പക്ഷേ ഇപ്പം എൻ്റെ ഏട്ടൻ തന്നെ പറയും ഏട്ടനത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് തോന്നുന്നു. കാരണം ഏട്ടൻ പറയും എനിക്ക് പണ്ടത്തെ പോലെയേ അല്ല, അങ്ങനെ ഇപ്പോൾ അവൈലബിളേ അല്ല എന്ന് പറയും. എങ്ങനെ അവൈലബിൾ ആവാനാണല്ലേ, ഏട്ടനറിയും എൻ്റെ അവസ്ഥ. എന്തായാലും ഞാൻ പോയി വരാം ഗൈസ്. ഓട്ടോ വന്നിട്ടുണ്ട്. അപ്പോൾ ഓട്ടോ വന്ന് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അല്ലോട്ടനൊരു ഏട്ടമാണ്. അമ്മമ്മേനോട് ടാറ്റാ ബേബി പറഞ്ഞാൽ ഞങ്ങൾ പോവുകയാണ്. അമ്മ കയറി, എന്നിട്ട് അമ്മയ്ക്ക് സൈഡിലേക്ക് നീങ്ങി തന്നു. ഞാൻ സെൻട്രലാണ് ഇന്ന് ഇരുന്നത് കേട്ടോ. എവിടെയും പോവാന്ന് കേട്ടിട്ടുണ്ടെങ്കിൽ പിന്നെ അല്ലും തുമ്പിയും നിലത്തൊന്നും ആയിരിക്കുമല്ലോ കേട്ടോ, ഭയങ്കര ഹാപ്പിയാണ്. അതിപ്പോൾ കുറേ ദൂരെ പോകണം, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന ഇന്ന സ്ഥലത്ത് പോകണം, അങ്ങനെയൊന്നുമില്ല. നമ്മൾ എവിടെ പോകണമെങ്കിൽ അവിടെ കൊണ്ടുപോയാൽ മതി, മക്കൾ ഹാപ്പിയാണ്. ചില സമയമൊക്കെ എനിക്ക് സങ്കടമാവും കേട്ടോ, കാരണം ഏട്ടൻ നാട്ടിലില്ലല്ലോ. അപ്പം അവരുടെ എല്ലാ ആഗ്രഹങ്ങളും എനിക്ക് സാധിച്ചു കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ തോന്നും. പക്ഷേ ചില കാര്യങ്ങൾ ആലോചിക്കുമ്പോൾ ഒക്കെ ഞാൻ കുറേ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങൾ ഇടയ്ക്ക് സിനിമയ്ക്ക് പോകും. ഇപ്പോൾ ഏട്ടൻ നാട്ടിലില്ല, ഞങ്ങൾ ഒന്നും ചെയ്യാണ്ടെന്ന് ഇരിക്കാറില്ല. അങ്ങനെ ഞാനും അല്ലും തുമ്പിയും കൂടെ സലൂണിൽ കയറി. അല്ലൂട്ടിനെ മുടി വെട്ടിക്കാൻ വേണ്ടി കുറച്ച് ആൾക്കാരുള്ളതുകൊണ്ട് ഞങ്ങൾ അവിടെ കുറച്ച് നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു. അമ്മ ഒരു സാധനം വാങ്ങിക്കാൻ വേണ്ടിയിട്ട് അപ്പുറത്തേക്ക് പോയതാണ് കേട്ടോ. അങ്ങനെ അല്ലും തുമ്പി ഇങ്ങനെ സ്നേഹിച്ച് കുറച്ച് നേരം ഇരിക്കും. പിന്നെ എപ്പോഴും അവർ തെറ്റാന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ട് എൻ്റെ രണ്ട് കണ്ണും അവരുടെ അടുത്താണുള്ളത്. കാരണം തെറ്റിക്കഴിഞ്ഞാൽ അവർ അലമ്പാവേ. അപ്പോൾ ഞാൻ നോക്കിയിരിക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ അല്ലുവിനെ മുടി വെട്ടുന്ന കണ്ടിട്ടുണ്ടെങ്കിൽ തുമ്പിക്ക് ഇളകുമെന്നൊന്നും പറയാൻ പറ്റില്ല, കാരണം ചില സമയം ഒക്കെ ഒരു മൂടാണ്. ഒക്കും വെട്ടണം എന്ന് പറഞ്ഞാൽ ഞാൻ കുടുങ്ങിയേ. അല്ലൂട്ടിന് ഇടയ്ക്കിടയ്ക്ക് മൂത്രയ്ക്കാൻ മുട്ടും. പുറത്തെത്തി കഴിഞ്ഞാൽ അവൻ വെള്ളം കുടിക്കണം മൂത്രയ്ക്കണം. അതിന് വേണ്ടി അമ്മ കൊണ്ടുപോയതേനു. അങ്ങനെ നമ്മൾ വെട്ടി തുടങ്ങിയിട്ടുണ്ട്. തുടങ്ങുമ്പോൾ ഒക്കെ ചിരിച്ചോണ്ടിരുന്ന
ചെക്കനാണ്. കുറച്ച് കഴിഞ്ഞപ്പോൾ അവൻ അലമ്പാവാൻ തുടങ്ങി. എനിക്ക് ഉറക്കാൻ വരുന്നേ, എനിക്ക് മുടി വെട്ടണ്ടേ എന്നൊക്കെ എനിക്ക് കുറച്ച് കഴിഞ്ഞപ്പോൾ കേട്ടോ. തുമ്പി കുറച്ചേരൊക്കെ ഇരുന്ന് നോക്ക് ബോറടിച്ചു തുടങ്ങിയപ്പോൾ അമ്മമ്മയും ഓളും കൂടെ അവിടെ നിന്ന് അക്കുത്തിക്കുത്താനൊക്കെ കളിക്കുന്ന ഗൈസ്. തുമ്പി കുറച്ചേരൊക്കെ ഓളെ അമ്മമ്മേൻ്റെ കൂടെ ഇരുന്ന്, കാരണം അമ്മമ്മയ്ക്ക് ഈ അക്കുത്തിക്കുത്താനേ അറിയുള്ളല്ലോ. കുറച്ച് കഴിഞ്ഞ് കുട്ടി പറഞ്ഞ്, അമ്മമ്മേ അക്കുത്തിക്കുത്താനേ അല്ല, വേറെ കളിയുണ്ട്, സ്റ്റോൺ പെപ്പർ സീസർ കളിക്കാന്ന്. അമ്മയ്ക്ക് എന്ത് സ്റ്റോൺ പെപ്പർ സീസർ, ഇവരവിടെ കുത്തുന്ന ഒച്ചത്തിലാണ് ഈ കുത്താനായിട്ട് പകുതി വരി മറന്നു കിട്ടുക അമ്മനോടേക്കാ പൂവേ ബാക്കി എന്തേനൂന്ന്. അത് കഴിഞ്ഞതാ കുട്ടി പഠിപ്പിച്ചെടുക്കണം സ്റ്റോൺ പെപ്പർ സീസർന്ന്. അപ്പം അമ്മ അതെന്താന്ന് കുറച്ച് നേരം അങ്ങനെ ഓരോ കളിയും കണ്ട് അവിടെ കുത്തിരുന്നിട്ടോ. അല്ലൂട്ടനാണെങ്കിൽ കുറച്ച് സമയം എടുത്തിട്ടുണ്ടെങ്കിൽ വെട്ടാൻ, അങ്ങനെ നല്ലോണം മുടി നീണ്ടിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അല്ലു കുറച്ചേരൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ മൂഡ് മാറി തുടങ്ങി, ഒക്കെ ചെറുതായി ചിണുങ്ങി തുടങ്ങി. പക്ഷെ ഞാനതൊന്നും മൈൻഡാക്കിയില്ല, കാരണം മൈൻഡാക്കി അവന് കുറച്ച് കൂടും. ഞാൻ അവിടെ ഇരുന്ന് എൻ്റെ കുറച്ച് വീഡിയോ എടുത്തു, ഫോട്ടോ എടുത്ത് ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടപ്പം സന്തോഷം. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്നിട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ അമ്മ പോയി, അമ്മ ഇന്ന് ത്രെഡൊക്കെ ചെയ്തു തന്നു. ഇതിൻ്റെ തൊട്ട് മുകളിലാണ് പാർലറിൽ. അപ്പോൾ ത്രെഡ് ചെയ്തപ്പോൾ അമ്മയ്ക്ക് അത്യാവശ്യം വൃത്തിയിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. പിന്നെ എനിക്കൊരു പേടിയെന്ന് വെച്ചാൽ എനിക്ക് വേദന സഹിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, എസ്പെഷ്യലി ഈ സമയത്ത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ മടിച്ചിങ്ങനെ ഇരുന്നാണ്. പക്ഷെ അമ്മ പറഞ്ഞു എടി വേദന ഒന്നും ഇല്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് വല്ലാത്തൊരു തൊര. അപ്പം അല്ലൂട്ടനെ മുടി വെട്ടി കഴിഞ്ഞിട്ടുമ്പോൾ അവിടെ പോയിട്ട് ഞാനും കൂടി ഒന്ന് ത്രെഡ് ചെയ്തേക്കാം എന്നുള്ളൊരു വിചാരത്തിൽ നിൽക്കുകയായിരുന്നു ഞാൻ. ഇനി ഞങ്ങൾ എങ്ങനെയൊക്കെ മുടി വെട്ടിയാലും 2 വര ഒരു കുത്ത്, അത് ഞങ്ങൾ നിർബന്ധം കേട്ടോ. അങ്ങനെ സൈഡിൽ 2 വരയൊക്കെ വരച്ച് കണ്ടു. ചെക്കൻ്റെ മുഖം അങ്ങനെ ശരിയൊന്നല്ല, ഓനൊരു കാറൊക്കെ വാങ്ങി കൊടുക്കാമെന്നൊക്കെ ഉള്ള ഒരു ഓഫറിൻ്റെ പുറത്താണ് പിന്നെ ബാക്കി കുറച്ച് നേരം ഇരുന്നത്. അതൊക്കെ കഴിഞ്ഞ് ഷൂ ഒക്കെ ഇട്ട് കഴിഞ്ഞ് മൂപ്പര് പിന്നെ ആർക്കാനോ വേണ്ടി ഒരു ചിരിയൊക്കെ നമുക്ക് പാസ്സാക്കി തന്നിട്ടുണ്ട്. പക്ഷെ മുടി വെട്ടിയപ്പം രസമല്ലേ? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യണേ. ഉണ്ടാക്കി ചിരിച്ചിട്ട് ഇപ്പം നോക്കേ കണ്ടോ, എൻ്റെ സ്വഭാവത്തിൽ പോകുന്നത് കണ്ടോ, ഇതാണ്. അങ്ങനെ ഞങ്ങൾ മുകളിൽ പോയി ഞാനും ത്രെഡ് ചെയ്തു. കണ്ടോ കുറച്ചൊന്ന് വൃത്തിയായിട്ടുണ്ടല്ലേ. തുമ്പമ്മ ഓടി പോവുകയാണ് കേട്ടോ, ഇതിനെ പിടിച്ചാൽ കിട്ടൂല അപ്പോൾ. പക്ഷെ നല്ല വൃത്തിയായിട്ടുണ്ട് കേട്ടോ. എനിക്കിങ്ങനെ നൈസായിട്ട് എടുക്കുന്ന ഇഷ്ടമല്ല, കുറച്ച് കട്ടിയിൽ എടുക്കുന്നതാണ് ഇഷ്ടം. അത് കഴിഞ്ഞ് നേരെ ഫാൻസിയിലേക്ക് വന്നു. അല്ലൂനൊരു കാറ് വാങ്ങിച്ചു കൊടുക്കാറുണ്ട്, ഒരു കുഞ്ഞി കാർ കേട്ടോ, കണ്ണിപ്പൊടിയിടാൻ ഏറ്റവും ചെറിയ കാറ് വാങ്ങി ഞങ്ങൾ. പിന്നെ തുമ്പിക്ക് വള വേണമെന്നാണ്, കയ്യിലുള്ള വളയെക്കാട് ഊരി എറിഞ്ഞ് ഓളുതാ വള എടുക്കാൻ വേണ്ടി പോയി. ഇന്ന കളർന്നൊന്നുമില്ല മക്കളെ, ഇല്ലാത്തൊരു കളർ എടുക്കണം എന്ന് വെച്ചിട്ട് ഇല്ലാത്തൊരു കളർ കുട്ടി തപ്പി പിടിച്ച് കണ്ടുപിടിച്ചിട്ട് അതും വാങ്ങിച്ചു. 2 പേരും ഓരോ കാറും വാങ്ങിച്ച്. എൻ്റെ അമ്മേ ഇപ്പോൾ ഫാൻസിയിൽ 7 അയലത്തൊന്നും പോകാനും കൂടെ പറ്റില്ല. എനിക്കൊരു ലിപ്സ്റ്റിക് ഷെയ്ഡ് എടുക്കണം എന്നുണ്ടായിരുന്നു, അപ്പോൾ അതും എടുത്തു. അങ്ങനെ അവിടുന്ന് നമ്മൾ അല്ലറച്ചില്ലറ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു. അല്ലറച്ചില്ലറ സാധനങ്ങളാണ് വാങ്ങിച്ചെങ്കിലും പൈസ അത്യാവശ്യം ഉണ്ടായിരുന്നു ഗൈസ്. അത് കൊടുത്ത് ക്ഷീണിതയായി ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇനി നമ്മളുടെ പ്ലാൻ എന്ന് പറയുന്നത് കുറച്ച് സാധനങ്ങൾ വാങ്ങിക്കണം. പക്ഷേ അതിൻ്റെ ഇടയിൽ നമ്മൾ അവിടെ തന്നെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഈ റെസ്റ്റോറൻറ്റ് ഇനോഗ്രേഷൻ എന്നെയും വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ, പക്ഷേ എനിക്ക് പോകാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. ഇനോഗ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിളിച്ചല്ല, ആ ഒരു പ്രോഗ്രാമിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. നമ്മുടെ ആക്ട്രസ് ലിച്ചിയില്ലേ, അവരായിരുന്നു വന്നിട്ട് ഇനോഗ്രേറ്റ് ചെയ്തത്. ഭയങ്കര അടിപൊളി പ്രോഗ്രാമൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം അതെനിക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ അന്നോട്ടിട്ട് ഞാൻ വിചാരിച്ചിരുന്നു ഇവിടെ എപ്പോഴെങ്കിലും ഒന്ന് വരുമ്പോൾ വരണം എന്നുള്ളത്. അങ്ങനെ ഞങ്ങളിവിടെ കയറി കുറച്ച് നേരം അവിടെ ഇരുന്ന് വർത്താനം പറയാൻ ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്. പാഴ്സൽ വാങ്ങിക്കുക ചെയ്തത്, കാരണം ഞങ്ങൾ അവിടെ നിന്ന് കഴിച്ചു പോകുന്ന അമ്മമ്മയും അമ്മച്ചനും അവിടെ അല്ലേ, അപ്പോൾ അവർക്ക് കൂടെ നമ്മൾ വാങ്ങിക്കുക ചെയ്തു കേട്ടോ. എന്ത് ബസ്സാണ്? റെസ്റ്റോറൻറ്റ് ഒരു രക്ഷയില്ല കേട്ടോ. നമുക്കൊരു കുഞ്ഞു ഫംഗ്ഷനൊക്കെ നടത്താൻ പറ്റുന്ന ആംബിയൻസ് ആണ്. നല്ല ഇൻറ്റീരിയറൊക്കെ ആയിരുന്നു, അടിപൊളിയാണ് എന്തായാലും. അങ്ങനെ നമ്മൾ മുടിയൊക്കെ വെട്ടി സുന്ദരനാണ് ഗൈസ്. അപ്പോൾ ആരാ കാണിച്ചു അപ്പുറത്താ മോളെ റൈഡ് അടിക്കാൻ ഞാനും അമ്മയും ഓരോ ചായ പറഞ്ഞു. അല്ലും തുമ്പിയും കൂടെ വെള്ളച്ചായ ആയിരുന്നു കേട്ടോ. വെള്ളച്ചായ, പാലും വെള്ളം, വാട്ടവർ, നിങ്ങൾക്ക് എന്തും വിളിക്കാം. നല്ല അടിപൊളി ചായ ആയിരുന്നേ. പിന്നെ ബിരിയാണി എന്താണെന്നുള്ളത് വീട്ടിലെത്തിയിട്ട് അറിയാം. ഞങ്ങൾ പാഴ്സലാണ് വാങ്ങിച്ചത്. അമ്മമ്മയും അമ്മച്ചനും വീട്ടിലുള്ളതുകൊണ്ട് നമ്മളെല്ലാവരും കൂടെ കഴിക്കാമെന്നുള്ള പ്ലാനിലാണ്. ഓക്കെ, നിങ്ങൾ ഫലൂദ ഓർഡർ ചെയ്യാൻ ഇങ്ങനെ പാലുവെള്ളം വൈദ്യുതി വല്ല ഫലൂതി അങ്ങോട്ട് ഓർഡർ ചെയ്യാമേ. പുറത്തെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഏറ്റവും കൂടുതൽ അല്ലുവിൻ്റെയും തുമ്പിൻ്റെയും വായിൻ്റെ ചോട്ടില്ല. കാരണം എന്താ വായിന്ന് വരിക എന്ന് പറയാൻ പറ്റില്ല. അതും ഞങ്ങൾക്ക് മെല്ലെ സംസാരിക്കുന്ന പരിപാടിയല്ല, നല്ല അടിപൊളി സൗണ്ടിലേ സംസാരിക്കുള്ളൂ കേട്ടോ. എവിടുന്നാ നാണം കിടന്ന് പറയാൻ പറ്റാത്തതുകൊണ്ട് ഇവർ രണ്ടാളെയും വായിൻ്റെ ചോട്ടിലാണ് എപ്പോഴും ഞാൻ ഉള്ളതെന്ന് അർത്ഥം. പണ്ടേ ഒരു വായി നോക്കിയാണ്ട് പിന്നെ ഇതൊന്നും എനിക്കൊരു വലിയ പ്രശ്നമല്ല. അങ്ങനെ അവിടുന്ന് ഞങ്ങളിതാ ചായയൊക്കെ കുടിച്ച് ഫുഡൊക്കെ വാങ്ങിച്ച് പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. ഇതാണ് കേട്ടോ റെസ്റ്റോറൻറ്റ്. എല്ലാവരും വന്ന് കയറി വെക്കണം, ചെറുപ്പേ തന്നെയാണ്. പിന്നെ തുമ്പമ്മയ്ക്കൊരു ബാഗ് വാങ്ങണം എന്നുള്ള പ്ലാൻ ഉണ്ടായിരുന്നു, പക്ഷേ അത് ചീറ്റിപ്പോയി, അവിടെ എവിടെ ഉണ്ടായിരുന്നില്ല.
പിന്നെ ഞങ്ങൾ സാധനം വാങ്ങിക്കാൻ കയറി. എൻ്റെ പൊന്ന മക്കളെ, സാധനം വാങ്ങിക്കുന്നതിനേക്കാളും വലിയ ടാസ്ക് ആയിരുന്നു ഈ 2 ഒതുക്കുക എന്നുള്ളത്. വെറും വികൃതിയായിരുന്നു കേട്ടോ. എൻ്റെ പൊന്നോ, ഞാൻ പറഞ്ഞ് എൻ്റെ തൊണ്ടയിൽ വെള്ളം വറ്റി. ഒരു സ്ഥലത്തിരുന്ന് ഇങ്ങനെ അല്ലോ തുമ്പിയെ വിളിക്കൽ തന്നെയായിരുന്നു മെയിൻ പരിപാടി. അതൊക്കെ കഴിഞ്ഞ് തിരിച്ച് വീട്ടിലേക്ക് എത്താനായപ്പോഴാണ് എനിക്ക് സമാധാനമായത്. വെള്ളം എന്താ വാങ്ങാൻ മറന്നു ഇത്? ഐസ്ക്രീം വാങ്ങാൻ മറന്നുപോയോ? ബാബാ കട തീർക്കല്ലേ, ഇത് വെള്ളാണ്, വേറൊന്നുമല്ല എൻ്റെ അമ്മേ. അങ്ങനെ അത്യാവശ്യ സാധനവും വാങ്ങി ഞങ്ങൾ വീട്ടിലേക്ക് എത്തി. വരുമ്പോൾ തന്നെ അമ്മമ്മേനെ വിളിച്ച് പറഞ്ഞായിരുന്നു, അമ്മമ്മയെ ഭക്ഷണം കഴിക്കണ്ട കേട്ടോ, ഞങ്ങൾ വന്നിട്ട് കഴിക്കാമെന്നുള്ളത്. വീട്ടിലെത്തി കഴിഞ്ഞിട്ടും പിരികൊക്കെ ഒന്ന് നോക്കിയില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടായില്ലല്ലോ. അങ്ങനെ ഞാൻ ഒന്നുകൂടെ എൻ്റെ ഒരു ലുക്കൊക്കെ ഒന്ന് നോക്കി. പിന്നെ നമ്മൾ ഫുഡ് കഴിക്കാനുള്ള പ്ലാനിലാണെങ്കിൽ നല്ലോണം വിശക്കുന്നുണ്ട് കേട്ടോ. അപ്പോഴത്തേക്ക് അല്ലൂട്ടോ മുട്ടായി തൊളിക്കുന്നു, എന്തൊക്കെയോ ചെയ്യുന്നുണ്ട്. ഈ ഒരു പുളി ഉണ്ടല്ലോ, പോം കഴിച്ച് കഴിച്ച് ഞാനും അതിന് ഭയങ്കര അഡിക്റ്റ് ആയിട്ടുണ്ട്. അപ്പോൾ അമ്മ വേഗം ബിരിയാണിക്ക് എടുത്ത് വേഗം വിളമ്പി അമ്മച്ചന് കൊണ്ടു കൊടുക്കണം. അമ്മച്ച ഇതുവരെ ഭക്ഷണം കഴിക്കാതെ ഞങ്ങൾ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. അപ്പോൾ അമ്മച്ചന് ബിരിയാണി കൊടുത്തു. പിന്നെ നമ്മൾ കഴിക്കാനിരിക്കുകയാണ്. അത്യാവശ്യം നല്ല ബിരിയാണി ആയിരുന്നു കേട്ടോ. പിന്നെ ഞാനൊരു ബിരിയാണി അഡിക്റ്റഡ് ആളല്ല, പക്ഷേ ബിരിയാണി കഴിക്കുമ്പോൾ ഞാൻ ഏറ്റവും കൂടുതൽ ഏട്ടനെയാണ് ഓർക്കാറ്. ഏട്ടൻ ഭയങ്കരമായിട്ട് ബിരിയാണി ഇഷ്ടപ്പെടുന്ന ആൾ. എന്ത് ഫുഡ് ഉണ്ടായാലും ബിരിയാണി ഉണ്ടെങ്കിൽ ഞാൻ പിന്നെ ഏട്ടൻ മറന്നു വാങ്ങിക്കില്ല. അല്ലൂട്ടനും തുമ്പിക്കൊക്കെ അമ്മയും അമ്മമ്മയൊക്കെ കൂടെ കൊടുത്ത് ഞാനും ഭക്ഷണമൊക്കെ കഴിച്ച് എനിക്ക് നല്ല ക്ഷീണമുണ്ട്, എവിടെയും കിടക്കണം എന്നുള്ള ഫീലാണേ. ഞാൻ എവിടെയാ ഉള്ളത് സ്ഥലം? തുമ്പിയേ, എന്താ എന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാന്ന് പറഞ്ഞോണ്ടാ? എന്തോ പെച്ചനാണ് ഗൈസ്. ഓളെ കുമ്പേല് വാവ ചവിട്ടിയിട്ട് ഒക്കെ തീരെ വയ്യോരെ നല്ല വേനുണ്ട്. തല ഇങ്ങനെ വെട്ടി പൊളിയാണ് ഗൈസ് ഓക്ക്. അല്ലു കുമ്പേല് വാവ എന്താ ചെയ്യുന്നത് നിന്നെ കണ്ടോ? ഓളെ കുമ്പേല് വാവ ഓളങ്ങനെ ചോട്ടുക. അങ്ങനെ വേദനയാവുകയാണ് അല്ലേ? ബേബി എന്താ അവിടെ അടങ്ങി കിടക്കും. അതല്ല എന്റെ ബേബി ഇല്ലേ, ആ ബേബി എന്താക്കുക മോനെ വയറിന്റെ ഉള്ളില്? തുമ്പി മോളെ നീന്തുക. എന്തിനാ നീന്തി കളിക്കുന്നത്? ആംനിയോട്ടിക് വെരി ഗുഡ്. ആംനിയോട്ടിക് ഫ്ലൂയിഡിലാണ് ഗൈസ് കുട്ടി ഇങ്ങനെ നീന്തുന്നത് കേട്ടോ. എന്തൊക്കെ എന്റെ കുട്ടി പഠിച്ചു. എന്റെ മോളെ ഈ പറ്റിക്കാൻ നോക്കണ്ട. കൈ കാണിച്ചു കൊടുക്കല്ലോ, കൈ കാണിച്ചു കൊടുക്കും, നോക്കട്ടെ. കണ്ടോ, 2 കൈയില് ഒരു ഉള്ളിലും ഒന്നുമില്ല. വെറുതെ പറയല്ലേ തുമ്പിയേ. നോക്കടാ, ഒന്നുമില്ല. അല്ല പോക്കറ്റിൽ എന്തോ ഇട്ടിക്കുന്നോള് കണ്ടിന്. അതെന്റെ മരുന്നാ. അമ്മീ എടാന്ന് വിളിക്കരുത്, ഏട്ടാ വിളിക്കണം പറഞ്ഞില്ലേ? വലിച്ചു വാങ്ങും, അതുകൊണ്ട് ഞാൻ കാണിച്ചരില്ല. നീ വലിച്ചു വാങ്ങും, ഇതെന്റെ കുളിക്ക. ഓന് ബുദ്ധി വെക്കാൻ വേണ്ടിയത് ഗുളികയോ? ചെടിയായിരിക്കും അമ്മ ഒരു സ്വകാര്യം. അതിപ്പോ ഒന്ന് തുറന്നെടുത്താലും ഇപ്പൊ തന്നെ ഓരോന്ന് എടുത്തിട്ട് വന്ന പിന്നെ ഓരോ വേണ്ടി വരുവോ? ചെടി കാണിക്കണ്ട്. അല്ല ഫ്രിഡ്ജിൽ നിന്ന് ഡയറി മിൽക്ക് എടുത്തിട്ടോ. ഡയറി മിൽക്ക് ഉണ്ടോ? ഓ അതറിയില്ലേനില്ലേ? പറഞ്ഞിട്ടില്ല. തുമ്പി മോളെ, ഏട്ടൻ ഡയറി മിൽക്ക് എടുക്കാൻ പോയിണ്ട്. ഇനി ഒരു കാര്യം ഈ പറയണം. സന്തോഷായോ? ആ തരാ. ഈ ഒരു കാര്യം എന്നോട് പറയാതെയോ. അങ്ങനെ ആ സോഫയിൽ വെറുതെ കിടന്ന് എന്നെ ഇവരിവിടേക്ക് വിളിച്ചു വരുത്തി. പിന്നെ ഞങ്ങളെല്ലാവരും പാടെ കിടന്നിട്ടോ. ആടെ കിടന്ന് എപ്പോഴാണ് ഉറങ്ങിപ്പോയെന്ന് എനിക്ക് പോലും നല്ല 1.5 ഉറക്കം കഴിഞ്ഞ് ഞാൻ എണീറ്റ് വരുമ്പോൾ വൈകുന്നേരത്തേക്കുള്ള ചിക്കൻ കറി ഉണ്ടാക്കാനുള്ള പണി അമ്മമ്മ നടത്തുന്നുണ്ട്. അപ്പുറത്ത് എന്തോ ഒരു സ്നാക്സ് ഉണ്ടാക്കാനുള്ള പരിപാടി ഉണ്ട്.
ഞങ്ങൾ മാത്രമാണ് ഉറങ്ങിയത്. ഞാനും എല്ലാം തുമ്പി നല്ല ഉറക്കമായിട്ടുണ്ടായിരുന്നു. പിന്നെ അതാ ഞാൻ എണീറ്റ് വന്നത് എൻ്റെ കോല തന്നെയാട്ടോ. നല്ല ഉറക്കം എന്ന് വെച്ചാൽ നല്ല ഡീപ്പ് സ്ലീപ്പ് ഉണ്ടാവില്ലേ, അതുകൊണ്ട് ഇന്നത്തെ രാത്രിക്കത്തെ കാര്യം ഏകദേശം തീരുമാനമായി. രാത്രി ഉറക്കം കൂടെ കിട്ടിയില്ല, എനിക്ക് വിശപ്പ് തീരെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. വെള്ളം കുടിച്ച് ഞാൻ സൈഡാവും കേട്ടോ. അപ്പം ഞാനിതാ ഉറക്കമൊക്കെ കഴിഞ്ഞ് പുറത്തെത്തി അമ്മേനെ നോക്കുകയാണ്. അമ്മ എവിടെയേന്ന്? അപ്പം അമ്മ അവിടെ തന്നെ ഉണ്ട്, എന്തോ കഥ പറയാണ്. അപ്പോൾ ഇന്ന് വൈകുന്നേരം നമ്മൾ സ്നാക്സ് ഉണ്ടാക്കാൻ പോകുന്നത് എന്തോ അമ്മ വെറൈറ്റി ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. എന്തൊക്കെയോ മാവൊക്കെ കുഴച്ചിന് പിന്നെ ബ്രെഡൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പൊരിച്ചെടുക്കാം എന്നൊക്കെയുള്ള പ്ലാനാണ് കേട്ടോ. അപ്പം അമ്മ എന്തോ കഥ പറയുകയാണ് എൻ്റെ അടുത്ത്. അല്ലും തുമ്പി എവിടെയെന്ന് നോക്കുന്നുണ്ട്. തുമ്പിയാണെങ്കിൽ ഉണ്ടല്ലോ ഉടുപ്പിട്ടുണ്ടായിരുന്നില്ല, ഒരു ട്രൗസർ ഇട്ടിട്ടാണ് കിടന്നിട്ടുണ്ടായിരുന്നത്. നന്നായി കൊതുകിൻ്റെ കടി കൊണ്ടിട്ടാണ് എണീറ്റ് വരുന്നത്. അതിൻ്റെ സങ്കടം പറിച്ചിൽ അന്നെ കൊതുക് അടിച്ച് എന്ന് പറഞ്ഞിട്ടാണ് വരുന്നത്. ചുരുക്കി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുമ്പി ഒരു കംപ്ലയിൻറ്റ് ബോക്സ് ആണ് കേട്ടോ. എപ്പോഴും ഇടയ്ക്കിടയ്ക്ക് വന്നിട്ട് അല്ലൂസ് അത് ചെയ്ത്, അമ്മ ഇത് ചെയ്ത്, കൊതുകിനെ കടിച്ച്, എനിക്ക് അവിടെ അതാണ് ഇതാണെന്നൊക്കെ പറയട്ടോ. എല്ലാവരും ഉറങ്ങിണീറ്റൊരു ഓളത്തിലാണ്. അല്ലൂട്ട എന്താ വന്നിട്ട് ഇതാ ചാഞ്ഞ് കിടക്കുന്നുണ്ട്. എന്തായാലും അപ്പോൾ ഇനി വേഗം പോയി ചായ കുടിച്ച് കഴിഞ്ഞാലേ നമ്മൾ നോക്കിയേ ആവത്തുള്ളൂ. അമ്മ കാര്യമായിട്ട് സ്നാക്സ് ഉണ്ടാക്കാനുള്ള പരിപാടിയിലായിരുന്നു. പക്ഷേ അതിൻ്റെ ഇടയ്ക്ക് നൈസായിട്ട് അമ്മേൻ്റെ കൈയൊന്ന് പൊള്ളി. അതാണ് അമ്മ കാണിച്ചു തരുന്നത് കേട്ടോ. ചെറുതായിട്ടൊന്ന് എണ്ണ തെറിച്ചു. വലിയ പൊള്ളലില്ല, എന്നാലും ചെറുതായിട്ടൊന്ന് എണ്ണ തെറിച്ചു. ഈ ബ്രെഡ് ഉണ്ടല്ലോ, ബ്രെഡ് ഞാൻ പൊരിക്കാറ് പിന്നെ ഒരു ഇച്ചിരി ഉപ്പ് ഇച്ചിരി പഞ്ചസാരയൊക്കെ ഇട്ടിട്ട് മൈദ പിന്നെ കുറച്ച് കോഴിമുട്ട ഒക്കെ ഇട്ടിട്ട് മിക്സ് ചെയ്തിട്ടാണ്. ഇതെന്ന് വെച്ചിട്ടുണ്ടെങ്കിലും എരിവുള്ളതായിട്ടാണ് കേട്ടോ. പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു, എനിക്കിഷ്ടപ്പെട്ടു. അമ്മ എന്തായാലും ഇങ്ങനെ വെറൈറ്റി സാധനങ്ങളൊക്കെ പരീക്ഷിക്കുന്നുണ്ട്. അത് പത്തനംതിട്ട പോയതിന് ശേഷം അമ്മ കുക്കിങ്ങിൽ കുറച്ചുകൂടെ ശ്രദ്ധിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയമുണ്ട്. ഇപ്പം എന്തൊക്കെയോ പുതിയതൊക്കെ കൂട്ടി പഠിച്ചിട്ടുണ്ട്. ആദ്യം അമ്മയ്ക്ക് ഇതിനൊന്നും നേരമല്ലല്ലോ. രാവിലെ വീട്ടിലെ പണിയൊക്കെ തീർത്ത് വെച്ച് പണിക്ക് പോവുക, വൈകുന്നേരം വരിക, ബാക്കി പരിപാടികൾ, പിന്നെ എന്തെങ്കിലും കാണുക, തിന്നുക, കിടന്നുറങ്ങുക, അതല്ലേ. അതിനിടയിൽ ഇപ്പം പുതിയ എന്തെങ്കിലും പരീക്ഷണങ്ങൾ നടത്താനോ കുക്കിങ്ങിൽ നോക്കാനോ ഒന്നും ഒരു നേരം ഉണ്ടാവില്ല. ഇപ്പം അങ്ങനെയല്ലല്ലോ, പണിക്ക് പോകണില്ലല്ലോ. അപ്പോൾ രാവിലെ ഉണ്ണിച്ചം പോകുമ്പോഴത്തേക്കും പണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ അമ്മ ഫ്രീയാണ്. പിന്നെ അമ്മ ഇടയ്ക്കിടയ്ക്ക് എന്നെ വീഡിയോ കോൾ ചെയ്യും. കാരണം പിന്നെ അമ്മയ്ക്ക് വേറെ പണിയില്ലേ. അപ്പം അമ്മ അങ്ങനെ ഫ്രീ ആയിരിക്കുന്ന സമയത്താണ് ഇങ്ങനെ ഓരോന്നൊക്കെ അമ്മ ചെയ്ത് നോക്കുന്നത്. പിന്നെ ഇതാ ഞങ്ങൾ അടുക്കളയിൽ നിന്നെന്തോ കഥ പറയുമ്പോഴാണ് തുമ്പമ്മ അടുത്ത കംപ്ലൈൻറ്റുമായിട്ട് വരുന്നത്. കയ്യിൽ എന്തോ ആയെന്നും പറഞ്ഞിട്ടാ. തുമ്പമ്മയുടെ ഉടുപ്പ് നോക്കിയേ, ഇതും ചെറുപ്പത്തിലെ ഉടുപ്പാണ് കേട്ടോ. അമ്മ അതൊക്കെ ഇടുന്ന എടുത്തുകൊണ്ട് വരണമെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എന്തായാലും ഇവിടെ കുറേ പഴയ ഉടുപ്പുകളുണ്ടെന്ന് മനസ്സിലായി. ഒരച്ചരച്ച് കഴുകിയോ മോളെ? അമ്മയ്ക്ക് എത്ര മാസേനു? അമ്മയ്ക്ക് 5 മാസമുണ്ട്. അമ്മയ്ക്ക് എത്ര മാസേനു? അമ്മയ്ക്ക് 5. മോക്കോ? ഓള് ചേച്ചിയാ. നല്ല വാവേന്റെ ഉടുപ്പൊക്കെ ഇട്ടിക്കുന്നു. ചെറുപ്പത്തിൽ ഉടുപ്പൊക്കെ ഇട്ട് നടക്കണോള്. അമ്മേ ഇവള് ഫുള്ളിനെ അനുകരിക്കുകയാണല്ലോ. ഈ ഒരു സുന്ദരിയാ. മുടിയൊന്ന് സ്റ്റൈലാക്കിയ മോളെ, മുടിയൊന്ന് നല്ല സ്റ്റൈലാക്കിയേ. പോവല്ലടി എടി, പോവല്ലടി. എടെ വാവ്, സൂപ്പർ ഗേൾ. ചിക്കൻ കറിയും എന്ത് തരാം അമ്മ? ബ്രെഡും തരേ. ബെഡല്ല, ബ്രെഡ്. തുമ്പി കൈ മാറ്റൂ. ആണോ? പ്രേമ വെച്ചാണോ അല്ലേ? വാവ് മോളെ, ആരുണ്ടാക്കിയതാ മോളെ? പേമ. വാവ് പറ നോക്കട്ടെ. അമ്മ കാണില്ല, തിന്നൊക്കെ ഇവിടെ കാണണം. നോക്കട്ടെ, എക്സ്പ്രഷൻ നോക്കട്ടെ. വാവ്, എങ്ങനെ മോളെ പറയാ? വാവ്, തിന്നുന്ന എക്സ്പ്രഷൻ ആ ഗൈസ്. ഇങ്ങനെയൊക്കെ എക്സ്പ്രഷൻ ഇടങ്ങളെ കൊണ്ട് പറ്റും, എന്നെ കൊണ്ട് വരെ പറ്റൂല. അതൊക്കെ ഓളെ കൊണ്ട് പറ്റും. വാവ് മോളെ, അമ്മാവനോട് പറയൂ വാവ് സൂപ്പർ പറയ്. കാണിക്കുന്ന നോക്ക്. അമ്മമ്മേനോട് പറയുമ്പോ സൂപ്പറാണെന്ന്. സൂപ്പർ പറയടി. പറഞ്ഞു കൊടു പെണ്ണേ. ഞാൻ ഭക്ഷണം കഴിക്കട്ടെ, ഇൻസുലിൻ വെച്ച് കുറച്ചു നേരമായി. ഞാൻ ഫുഡ് കഴിക്കട്ടെ കേട്ടോ. ഓക്കെ അമ്മ പറയ്.
ആ കയ്യോണ്ട് എന്റെ ഭഗവാനേ. നക്ക പ്രശ്നം കഴിഞ്ഞില്ലേ നക്കി. മതിയേ. ആ വാവ്, എന്താണ് അവൾ കഴിക്കണ സ്റ്റൈല് നോക്കിയാട്ടെ. സൂപ്പർ തുമ്പി. രാത്രിയിൽ ഞാൻ ഫുഡ് കഴിച്ച് കിടന്നാലും എനിക്ക് ഭയങ്കരമായിട്ട് ക്ഷീണം വരും കേട്ടോ. തീരെ എനിക്ക് വിശപ്പ് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ എനിക്ക് ഡോക്ടർ പറഞ്ഞ ഐഡിയ ആണ് രാത്രി കിടക്കുന്നതിന് മുന്നേ കോഴിമുട്ട പുഴുങ്ങിയത് കഴിച്ചോളൂ എന്നുള്ളത്. അപ്പോൾ അതിനുശേഷം ഞാൻ അങ്ങനെ ചെയ്യുമ്പോൾ കുറേയൊക്കെ എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാറുണ്ട്. അപ്പോൾ അങ്ങനെ ഞാൻ കഴിക്കുമ്പോൾ ഇതാ ഈ 2 എണ്ണങ്ങളും കഴിക്കാറുണ്ട് കേട്ടോ. അങ്ങനെ ഇന്നത്തെ ഫുഡടിയുടെ സമാഗമമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. കോഴിമുട്ട പുഴുങ്ങിയതും പിന്നെ പാലും കുടിച്ചിട്ടാണ് ഞങ്ങൾ കിടക്കാറ് കേട്ടോ. അപ്പം അല്ലുട്ടൻ അതിൻ്റെ ഇടയിൽ കൂടെ ഞാൻ പറയട്ടെ സൂപ്പർ എന്ന് പറയട്ടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. തുമ്മമ്മ വായി നിറച്ചിട്ടിട്ടാണ് കഴിക്കണം കേട്ടോ. ഞാൻ എപ്പോൾ പറഞ്ഞാലും കുട്ടി കേൾക്കുകയില്ല. 3 എണ്ണങ്ങൾ ഇരിക്കണേ നോക്കി എന്തൊരു അനുസരണം ഉള്ളത്. കാരണം അല്ലുട്ടൻ പിന്നോട് ചീത്ത കേട്ടിട്ട് ഇരിക്കണ ഇരുത്താണ് കേട്ടത്. അതിൻ്റെ ദേഷ്യമൊക്കെയാണ് മൂപ്പര മുഖത്തുള്ളത്. കാരണം ഭയങ്കര വികൃതി കളിച്ച് 2 പേരും ഓടിക്കളിച്ച് തുമ്പി വീഴാൻ പോയി. 2 പേർക്ക് നല്ലോണം ചീത്ത കേട്ട് അവിടെ ഇരുത്തിയതാണ്. അപ്പോൾ അമ്മമ്മേൻ്റെ അടുത്തേക്ക് പോവുകയാണ്. അമ്മമ്മേൻ്റെ അടുത്ത് വേഗം പോയി ഒട്ടിയിരിക്കുക. അത് അമ്മേൻ്റെ അടുത്ത് നിന്ന് അധികം ചീത്തയാടിയൊന്നും കിട്ടില്ലല്ലോ. അമ്മമ്മ ഉഷമ്മ റീനമ്മ അവരൊക്കെ എന്താ വെച്ചാൽ ഇവരെ പ്രൊട്ടക്ടേഴ്സാണ് ഗൈസ്. പിള്ളേർ ഈ ഗ്രാൻഡ് പാരൻസിൻ്റെ അടുത്ത് എത്തുമ്പോൾ നന്നായി വഷളാവും കേട്ടോ. സത്യമാണത്. കാരണം നമ്മൾ അവരുടെ അടുത്ത് ചീത്ത പറയുക അടിക്കാനൊക്കെ ചെല്ലുമ്പോഴത്തേക്കും ഇവരങ്ങ് ചീത്ത പറയും. ഇവരങ്ങ് പ്രൊട്ടക്റ്റ് ചെയ്യും പിള്ളേരെ. അപ്പോൾ അവരങ്ങ് സേഫ് ആകും. അത് അവരുടെ ഏറ്റവും വലിയൊരു അടവാണ്. 2 എണ്ണത്തിനും നന്നായിട്ട് അറിയുകയും ചെയ്യാം. പച്ച കളർ അത് നിന്റെ അമ്മ കളർ അടിച്ചതാണ്. കളർ അടിക്കാൻ വെള്ള കളർ. എന്തിനാ വെള്ളം അങ്ങ് പച്ചയൊക്കെ കളർ ചെയ്തൂടെ? ചോപ്പ് അടിക്കണോ അല്ലേ തുമ്പിയെ? അമ്മമ്മ നീലിയാവും. കള്ളിയങ്കാട്ട് നീലി. ആവട്ടെ അങ്ങോട്ട്. ഒരു പല്ല് പോലില്ലാത്ത അമ്മേ മെല്ലെ. ഒരു പല്ല് പോലില്ലാത്ത നീലിയാക്കുകയാണോ? എടി ഒരു പല്ല് പോലില്ലാത്ത അമ്മമ്മ പിന്നെ എങ്ങനെയാ നീലിയാവുക? നിങ്ങൾക്ക് വലിയ പല്ല് വേണ്ടേ ഇനി? ആ ആദ്യം മുടി ശരിയാക്കട്ടെ, എന്നിട്ട് പല്ല് ശരിയാക്കി നിങ്ങളെ കള്ളിയങ്കാട്ട് നീലിയാക്കുള്ളൂ കേട്ടോ. എന്തിനാ ബെഡ്ഷീറ്റ് മാറ്റുന്നത്? അതെയാ, ബെഡ്ഷീറ്റിന് എന്തിനാ മാറ്റുന്ന? ആ ബെഡ്ഷീറ്റ് പോരെ? ബെഡ്ഷീറ്റ് അത് പോരെ മോളെ, എന്തിനാ മാറ്റുന്നത്? അല്ല, ആ ബെഡ്ഷീറ്റിന് എന്താ കുഴപ്പം? മൂത്രം വെച്ച് അയ്യോ, അപ്പൊ അമ്മമ്മ എങ്ങനെ കിടക്കൂ? നമുക്ക് ബെഡ്ഷീറ്റ് മാറ്റിട്ട് അതില് ഒരു 10 കരാളെ എത്തിച്ച് അല്ല ഒരു ബോണ്ട് ചെയ്യാം. എന്താ ഒരു ബോണ്ട് ചെയ്യാം. എന്താ ബെഡ്ഷീറ്റ് മാറ്റിട്ട് പിന്നെ മൂത്രിക്കും. ഒയ്ക്കോ? അതിലൊഴിച്ചു. അപ്പൊ ഞങ്ങൾ എല്ലാരും എന്നെ എന്ത് വിളിക്കുന്നറിയോ? കിടക്കേ പാത്തി കേപ്പി. കേപ്പി തുമ്പി. എങ്ങനെയുണ്ട്? കേപ്പി തുമ്പി, കിടക്കേ പാത്തി തുമ്പി. അയ്യേ നീ ആരെ? അപ്പൊ ബേബിക്ക് വേദനയാവൂലേ? ആ അത് കൊഞ്ചാൻ വന്ന്. പ്രേമു എല്ലാരും പറയുകയാണ് പ്രേമുവിന്റെ ഒച്ച ഒന്ന് കേക്കണമെന്ന്. ആ പറഞ്ഞോ. പല്ല് ഊരി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ അങ്ങനെ സംസാരിക്കില്ല. എന്നാലും നിങ്ങൾ സുന്ദരിയാണ്. ആരോ ഒരാൾ കമന്റ് ഇട്ടിനു മുടിയൊക്കെ ഒന്ന് കൂട്ടി കെട്ടിക്കൂടെ അമ്മമ്മക്ക്? ഇങ്ങനെ മുടിയൊക്കെ ഇങ്ങനെ ചപ്രാച്ചയായിട്ട് ഇടുന്നത് എന്തിനാണ്? അതാണ് അമ്മമ്മക്ക് ഇഷ്ടം. എന്റെ കുട്ടി മുടിയൊന്ന് കെട്ടിക്കൊടുക്കി. അമ്മമ്മക്ക് മുടി കെട്ടിക്കൊടുക്കി. ആ മുടിയൊക്കെ പോവും. അമ്മമ്മക്ക് മുടി കെട്ടിങ്ങനെ കേട്ടോ. നീട്ടമുണ്ട് ഗൈസ്, താഴെ വരെ ഇങ്ങനെ നീളമുണ്ട്. ഉള്ള അങ്ങനെ ഇല്ലെങ്കിലും പണ്ടൊരു ഭയങ്കര മുടിയൊക്കെ ഉള്ള ആളുകൾ. രസമുണ്ട് പോലും. ആ കണ്ടോ എല്ലാരും പറഞ്ഞു.
ആ മുടി ഇങ്ങനെ വെള്ള കളറാക്കാതെ റെഡ് കളറാക്കിയാൽ നല്ല രസം ഉണ്ടാവില്ലേ തുമ്പി? റെഡ് കടാലോ വെള്ളാക്കണം. അമ്മക്ക് എന്തിനാ റെഡ് കടാളാക്കാൻ പോഞ്ച്? എന്ത് ചെയ്തിട്ട് മോളെ? പോഞ്ച് അതെന്താ? അതെന്താ പറഞ്ഞാലേ ആ വണ്ടിയില് പത്തിടും എല്ലാടും. അതെന്താ മോളെ? അത് വണ്ടിയുടെ എനിക്കറിയില്ല ഭഗവാൻ, എന്തൊക്കെയോ ഭാഷയാ. ഓക്കെ ഗൈസ്, തുമ്പിയെ അപ്പൊ തുമ്പി അല്ലു ഇനി ഉറങ്ങാൻ പോവാണ് പറയും. ധ്രുവ് പറഞ്ഞെടുക്കേ. ഉറങ്ങാൻ പോവാണ് പറഞ്ഞോടുക്ക്. ഇന്ന് ആരാണ് ഇന്ന് അമ്മേന്റെ കൂടെ കിടക്കുന്നത്? ആ എന്റെ മോള് വരും, എന്റെ തുമ്പി മോള് വരും അമ്മേന്റെ കൂടെ കിടക്കാൻ. നന്ദി ഇല്ലാത്തവളെ. അമ്മമ്മ കുറച്ച് കഴിയുമ്പോ പോകും, പിന്നെ ഞാനേ ഉണ്ടാവുള്ളൂ കേട്ടാ. അമ്മമ്മ പോവൂല. ഏ ഇവിടെ അമ്മമ്മേ അമ്മമ്മ കക്കാതെ പോവൂലേ? അമ്മമ്മ കക്കാതെ പോവൂലേ? കിടക്കാൻ പോകും. ഇത് കഴുകി വെച്ചിട്ട് നമുക്ക് കിടക്കാൻ പോവാ. അമ്മക്ക് ഇത് കേടി എത്തിച്ച് കക്കാൻ പോവാന്ന്. അത് കുറച്ച് കഴിഞ്ഞിട്ട് അമ്മമ്മ പത്തനംതിട്ടയിൽ പോകുമ്പോ ഈ എന്താ കുന്റെ അടുത്ത് വരൂലേ? ഇല്ല 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 ഇല്ല. ഏ ഇന്നെ വേണ്ട, അതല്ല. അമ്മമ്മേനെ മാത്രോ? നാളെ അമ്മേന്റെ കൂടെ പത്തനംതിട്ടയിലേക്ക് വെച്ച് വരാനും വരാം. സ്കൂളിൽ പോകുമ്പൊന്നും വേണ്ട, അങ്ങോട്ട് പോയാ മതി. ആ അമ്മ ഇവിടെ നിന്ന് ഓരോ പത്തനംതിട്ട പോയിക്കും. ആ ആ നമുക്ക് അമ്മയും നാനും രണ്ടാളും കിട്ടാം. ആ കണ്ടോ കുട്ടി? അല്ലെങ്കിൽ പിന്നെ അമ്മയ്ക്കും ബേബിക്കും ആരാ ഉള്ളത്? നിങ്ങൾ രണ്ടാളും അല്ലാതെ. ബേബിയും ആ ഒരാളും. ബേബി ഉറങ്ങിയോ? എല്ലാരും കണ്ടോ ഏട്ടൻ വർത്താനം പറയാ ബേബി. ഒന്നും പറയില്ലല്ലോ. ഉറങ്ങി. ആ ഉറങ്ങിയത്. വാവേ വാവേ ഈ വേനാട്ടിൽ വന്നിട്ടില്ലേ? ആ അമ്മമ്മേനെ രൂപീനെ എന്നോട്ടോ. അല്ല ഇപ്പൊ 3 ദിവസായിട്ട് മോനാണ്. ആ മോനല്ല വാവ. ആ നിക്ക് വാവയ്ക്ക് ചെവി വെക്കും. അപ്പൊ നമ്മള് പറയുന്നതൊക്കെ വാവയ്ക്ക് കേക്കാൻ പറ്റും. യെസ്, നിങ്ങൾ പറയുന്നതൊക്കെ ബേബി കേൾക്കുന്നുണ്ട്. ആ എന്നോടും യെസ് നോ ഇഷ്ടത്തറിയും പൂരി. എന്താ മോളെ? എന്റെ മുമ്പേര് പേരൊന്നല്ല. അല്ലേ പിന്നെയാ? അല്ല പിന്നെന്താ? ആരുല്ല. നിന്റെ വയറ്റില് ഭക്ഷണം ഉണ്ടോ? ഓ എനിക്ക് ഭക്ഷണം കിട്ടുന്നുണ്ട്. എനിക്കും ഭക്ഷണം കിട്ടുന്നുണ്ട്. അറിയോ നിന്റെ അമ്മേ? വെള്ളം അങ്ങനെ ഒരു ദിവസത്തെ മൊത്തം ഇൻസുലിൻ വെക്കലും ഫുഡടിയും കാര്യങ്ങളും ഒക്കെ കഴിഞ്ഞ് ഞാൻ പിന്നെ എൻ്റെ ഒരു ഡേ എൻഡ് ചെയ്യുന്നത് എന്ന് പറയുന്നത് മരുന്ന് കുടിക്കലാണ്. എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ്, പക്ഷേ നിവൃത്തിയില്ല. കാരണം നമുക്കല്ലല്ലോ ഇതിൻ്റെ ഒരു സൈഡ് എഫക്റ്റ് വരിക, കുഞ്ഞുങ്ങൾക്കല്ലേ. അതുകൊണ്ട് അവർക്ക് വേണ്ടി നമ്മൾ എന്തായാലും ചെയ്തു പോകും. ഇപ്പം ഞാൻ ഷുഗറിൻ്റെ മെറ്റ്ഫോമിൻ എടുക്കുന്നുണ്ട്. തൈറോയ്ഡ് ഇല്ല, പക്ഷേ തൈറോയിഡിൻ്റെ ടാബ്ലറ്റ് എടുക്കുന്നുണ്ട്. പിന്നെന്താണ് അയേൺ, ഫോളിക് ആസിഡ്, സിങ്ക് ആൻഡ് കാൽഷ്യം കോമ്പിനേഷന് വേണ്ടി ഒരു മെഡിസിൻ, ഇതൊക്കെ എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇൻസുലിൻ വെക്കുന്നുണ്ടല്ലോ. അങ്ങനെ ഇന്നത്തെ മരുന്ന് കൂടിയും കൂടെ കഴിഞ്ഞപ്പോൾ എൻഡ്. അല്ലും തുമ്പിയും അമ്മമ്മയുടെയും കൂടെയാണ് കിടക്കുന്നത് അത്രേ. അപ്പോൾ പിന്നെ അവരും അവിടെ. ഇനി ഞാൻ നേരെ മുകളിലേക്ക് വന്നു. ഇനി എൻ്റെ അടുത്ത പരിപാടി പറഞ്ഞാൽ മുടി ഒന്ന് കെട്ടണം. മുടി എന്നൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഓവർ കെയർ കൊടുക്കുന്നതൊക്കെ പണ്ടും ഞാൻ അങ്ങനെ കെയർ ചെയ്തിട്ടില്ല. അമ്മയാണ് എൻ്റെ മുടിയൊക്കെ നല്ലോണം കൊണ്ടുവന്നിരുന്നത്. നല്ല മുടി ഉണ്ടായിരുന്ന ആളായിരുന്നു. ഞാൻ ഓരോന്ന് കണ്ടതൊക്കെ കാണിച്ച് കൂട്ടിയിട്ടാണ് ഇതിങ്ങനെ ആയത്. എന്നാലും ഇപ്പം വലിയ കുഴപ്പമില്ലെന്ന് തോന്നുന്നു. പക്ഷേ പ്രഗ്നൻസിയിൽ അത്യാവശ്യം എനിക്കൊരു ഹെയർ ഫോളൊക്കെ ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് പേടിച്ചിട്ടാന്ന് തോന്നുന്നു ഞാൻ രാത്രി മുടിയൊക്കെ കെട്ടി വെച്ചിട്ടാണ് കിടക്കാറ്. ആദ്യമൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം കെട്ടുന്ന മുടീൻ്റെ ആ ഒരു വണ്ണല്ലേ ഒരു സൈഡിൽ തന്നെ എനിക്ക് ഉണ്ടായിരുന്നു. എൻ്റെ 10th പിക്ക് കണ്ടാൽ മനസ്സിലാവും. 2 സൈഡിലും നല്ല തിക്കായിട്ടുള്ള മുടിയായിരുന്നു. പക്ഷേ ഇപ്പോൾ നമുക്ക് ആ ഒറ്റ സൈഡത്തെ മുടിയാണ് പിന്നെ ടോട്ടൽ മുടി. അതാണ് അവസ്ഥ. പിന്നെ അങ്ങനെ മുടിയൊക്കെ കെട്ടി. ഞാൻ ഒറ്റയ്ക്കല്ലേ, അല്ലും തുമ്പി ഉണ്ടാകുമ്പോൾ ഇതൊന്നും വലിയ ഇങ്ങനെ നടക്കാറില്ല. മുടി കെട്ടാറുണ്ട്, പക്ഷേ
അവരുണ്ടാകുമ്പോൾ എനിക്ക് എന്താ പറയുക, എനിക്കിങ്ങനെ ഞാൻ എൻ്റെ കാര്യം നോക്കി അങ്ങോട്ട് കിടക്കാനൊന്നും പറ്റില്ല. അവരുടെ പിന്നാലെ അവരുടെ അടുത്ത് ഒച്ചപ്പാണ്ടാക്കി ഉറങ്ങുക, അത് ഇത് അല്ലെ കഥ പറഞ്ഞിട്ടും അങ്ങനെയൊക്കെ കിടക്കും. ചില സമയം എനിക്കത് മിസ് ചെയ്യും. ഇപ്പം പിന്നെ ഞാൻ അമ്മയൊക്കെ ഉണ്ടല്ലോ അവിടെ, അവരുടെ അടുത്താണല്ലോ. അപ്പം ഞാൻ എൻ്റെ ഒരു ലോൺലിനെസ് എൻജോയ് ചെയ്യുന്നു. അല്ലാണ്ട് ഇപ്പം എന്താ പറയുന്നത്. അങ്ങനെ മുടിയൊക്കെ കെട്ടി. പിന്നെ അതാ അടുത്ത പരിപാടി എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ലിപ് ബാം. കാരണം ഇപ്പോൾ തണുപ്പും കൂടെ ആയതുകൊണ്ട് കുറച്ച് ചുണ്ട് ഡ്രൈ ആവുന്നുണ്ട്. ഞാൻ എന്നും ഇത് തേച്ച് കിടക്കാറുണ്ടോയെന്ന് വെച്ചാൽ ഇല്ല, പക്ഷേ ഇപ്പം കുറച്ചായിട്ട് തണുപ്പ് തുടങ്ങിയതിന് ശേഷം ഞാൻ തേക്കാറുണ്ട്. ഇത് സമേത ആയുർവേദിക്സിൻ്റെയാണ് കേട്ടോ. എനിക്ക് നല്ലൊരു റിസൾട്ട് തന്നിട്ടുള്ള ലിപ് ബാമാണ്. യൂസ് ചെയ്ത് നല്ല വട്ടക്കണറായിട്ടുണ്ട് ആ സാധനത്തിൻ്റെ ഉള്ളിൽ. അങ്ങനത്തെ കോലത്തിലാണ് ഞാൻ കാണിച്ചു തരാം. കണ്ടോ, അതിൻ്റെ കൂടെ ലൈറ്റ് കയറി പോകുന്നുണ്ട്. അത്രയും ഞാൻ തന്നെ യൂസ് ചെയ്ത് തീർത്തിട്ടുണ്ട്. അപ്പം അതെനിക്ക് നല്ലൊരു സാധനമാണ്. അപ്പോൾ ഇത്രയ്ക്കാണ് രാത്രി ഞാൻ കെയർ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ നന്നായി മുഖം ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി വേഗം പോയി കിടക്കണം എന്ന് നിങ്ങൾ വിചാരിക്കും. പക്ഷേ അല്ല ഗൈസ്, എനിക്ക് വീഡിയോസൊക്കെ ഒന്ന് എഡിറ്റ് ചെയ്യാനുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ഗൈസ്. ബൈ.